ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇന്നത്തെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നിങ്ങൾ വീഡിയോ കണ്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ആണെന്ന് തോന്നിയാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഇന്നത്തെ എനർജി, നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല കേട്ടോ. ഇമോഷണൽ വിഡ്രോവലാണ്. ഡിസ്ക്രിപ്ഷൻ ഷാഡോ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് ആണ്. ബോട്ടം ട്രാപ്ഡ് ആൻഡ് ഫിയർ. അപ്പോൾ കുറച്ച് ദിവസം നല്ലൊരു എനർജി ആയിരുന്നു നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ കുറച്ച് നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ആൾക്കാരെയാണെന്ന് കൂടുതലും കാണുന്നത്. അങ്ങനെ അല്ലാത്തവരുണ്ടാവും, പോസിറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷേ കുറച്ചധികം ആൾക്കാർ ഒരു നെഗറ്റീവ് എനർജിയിലാണ്, വിഷമത്തിലാണ്, ഒരു നഷ്ടബോധത്തിലാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കിട്ടിയത് ഒരു ട്രാപ്ഡ് ആൻഡ് ഫിയർ ആണ്. ഒരു അബദ്ധം പറ്റിപ്പോയ ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു മറ്റാരോ ട്രാപ്പിൽ ആക്കി ഒരവസ്ഥയാണ്. നിങ്ങൾക്ക് ഒരു ബന്ധനത്തിലാക്കിയ ഒരവസ്ഥ. നിങ്ങൾ ചിലപ്പം ഇത് സ്വയം നിങ്ങൾ ഇങ്ങനെ ഒരു ട്രാപ്ഡ് ആയിട്ടുള്ളൊരു ഫീലിങ്ങിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ചിലരോടുള്ള വാശി കൊണ്ടിരിക്കുന്നതായിരിക്കാം. നിങ്ങളങ്ങനെ കുറേ നിങ്ങളെ ഹരാസ് ചെയ്യുകയും വിഷമിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്ത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ആ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു അങ്ങേയറ്റത്തിലെത്തിയപ്പോൾ നിങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കാം, എനിക്കിനി ഈ ഒരു തടവറയിൽ തന്നെ കിടന്നാൽ മതി, പുറത്തിറങ്ങണ്ട. അതും ഒരു വാശിയാണ്. ചിലരങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ അതിലൊരു എൻജോയ്മെൻറ്റ് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ആ ട്രാപ്പിൽ തന്നെ നിങ്ങൾ ഇരിക്കുന്നു. ചിലപ്പോൾ പുറത്തിറങ്ങൂല എന്നൊരു വാശിയിലിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഒരു തരത്തിലൊരു എൻജോയ്മെൻറ്റും എനിക്ക് വേണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചൊരു വ്രതം പോലെ ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അങ്ങനത്തെ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് ഒന്നും വേണ്ട, എനിക്കിതൊരു വാശി പോലെ ജീവിതം ജീവിച്ച് തീർക്കാമെന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാർ. സ്വയം നിങ്ങൾ അങ്ങനെ ഒരു ശിക്ഷ കൊടുത്ത പോലെ ഒരു തോന്നലാണ് എനിക്ക് ഇവിടെ കിട്ടിയത്. നിങ്ങൾ സ്വയം ശിക്ഷിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് മറ്റുള്ളവരോടുള്ള വാശി കൊണ്ടൊരു ശിക്ഷയാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും നിങ്ങൾ ചെയ്യൂല എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊരു ഒരു വാശി പോലെ ആരോടോ, നിങ്ങളോടോ, കൂടെയുള്ളവരോടോ അല്ലെങ്കിൽ ദൈവത്തോടോ ഒക്കെ ഉള്ളൊരു വാശിയാണ്. എനിക്ക് സന്തോഷങ്ങളൊന്നും വേണ്ട, എനിക്ക് സുഖങ്ങളൊന്നും വേണ്ട. ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു കാര്യങ്ങളിൽ അതിൽ മാത്രം ജീവിക്കുക, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആരൊക്കെയോ ആ ഒരു ശരിക്കും അങ്ങനെ ഒരു കാര്യം എനിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം അങ്ങനത്തെ ഒരു എനർജി ശരിക്കും എനിക്കിങ്ങനെ ശരിക്കും എനിക്കതിങ്ങനെ വരുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് ആൾക്കാർ അങ്ങനെ ഇരിക്കുന്നു. ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു ഇത് കിട്ടിയിട്ടേ ഇല്ല. പക്ഷെ ഇപ്പം തോന്നുന്നതാണ് സ്വയം വാശി തീർക്കുന്ന ആരൊക്കെയോ. അത് മറ്റുള്ളവരോടുള്ള വാശിയാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് സ്വയം നമ്മൾ ഉരുകി തീരും എന്നൊക്കെ പറയില്ല. എനിക്ക് സന്തോഷങ്ങളൊന്നും വേണ്ട, സന്തോഷങ്ങളൊന്നും ഞാൻ അനുഭവിക്കുന്നില്ല എന്ന് ഇനി അങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന ഏതോ കുറച്ച് ആൾക്കാർ ഇതിനകത്തുണ്ട് എന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇൻഡ്യൂഷനും ഈ ഒരു കാർഡ്സൊക്കെ സത്യമാണെന്ന് കൂടി അറിയണമല്ലോ. നിങ്ങൾ അങ്ങനെയാണെന്ന് നിങ്ങൾ ഒരുപാട് മെസ്സേജസ് എനിക്ക് വരാറുണ്ട്, ഇഷ്ടംപോലെ കമൻറ്റ് വരാറുണ്ട്. സന്തോഷമാണ് നിങ്ങൾ അങ്ങനെ കമൻറ്റ് ചെയ്യണ കേൾക്കുമ്പോൾ. നമുക്കത് ആ ഒരു ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നല്ലോ എന്ന് വിചാരിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ്, ചിലർക്കൊക്കെ അത് ജീവിതത്തിൽ സംഭവിക്കുന്നു, ചിലർക്ക്
പറയുന്നതൊക്കെ കറക്റ്റാണ്, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണം കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മാത്രമേ നിങ്ങളുടെ ലൈഫിലോട്ട് അത് വരുള്ളൂ. നിങ്ങൾ ഈ കാണുമ്പോൾ അത് കേൾക്കുമെങ്കിലും അത് നിങ്ങളുടെ എനർജിയാണെന്ന് മനസ്സിലാക്കുമെങ്കിലും നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ അക്സെപ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അത് വരാത്തത്. അതാണ് കാരണം. പിന്നെ വേറൊരു കാര്യം, നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട്. സമയം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. കുറേ കാലം നമ്മൾ കഷ്ടത അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സമയമാണ് നമുക്ക് ഉണ്ടെങ്കിൽ അത് അനുഭവിച്ച് തന്നെ നമ്മൾ കരകയറുള്ളൂ. നമ്മൾ ഇനി എങ്ങനെ തലകുത്തി നിന്നാലും ആ ഒരു കാര്യം ഫുള്ളി നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങും. അതൊരു സമയമാണ്. അതുകൊണ്ട് അതിൽ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പം അതിന്ന് കുറച്ചൊരു ഇളവ് നമുക്ക് കിട്ടും. പക്ഷെ അതിന്നൊരു നല്ല എക്സ്പീരിയൻസോട് കൂടി നമ്മൾ പുറത്തിറങ്ങും എന്നുള്ളതാണ്. നല്ലൊരു തിരിച്ചറിവായിരിക്കും അതിന്ന് കിട്ടുന്നത്. അപ്പോൾ അതാണ് ആദ്യമായിട്ട് തന്നെ കണ്ട ഒരു ഇത്. ഇമോഷണൽ വിഡ്രാവലാണ്. നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എല്ലാ എനർജിയും പോയ ഒരു ചിന്തയാണ് ഇന്നേ ദിവസം നിങ്ങൾക്കുള്ളത്. എനർജി ഒന്നുമില്ല, ഒരു നെഗറ്റീവിൽ തന്നെ ഇരിക്കുന്നു. രാവിലെ എണീക്കുമ്പോൾ പോലും ഇതെന്ന് എന്താണ്, ഒരു സന്തോഷമുള്ള കാര്യമല്ല നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. കുറേ വിഷമത്തിൻ്റെ കാര്യങ്ങളാണ്. ചിലപ്പോൾ പാസ്റ്റിൽ നടന്നതോ ഈ ഇടയ്ക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതോ അല്ലെങ്കിൽ ഇന്നലെ രാത്രി നടന്നതോ ഒക്കെ ആയ കുറേ കാര്യങ്ങളിൽ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര സന്തോഷിക്കണമെന്ന് വിചാരിച്ചാലും സന്തോഷിക്കാനൊന്നും പറ്റാതിരിക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും വിഷമിച്ച് മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് അറിഞ്ഞുകൂടാ. എങ്ങനെയൊക്കെ വിചാരിച്ചിട്ടും അതൊന്നും മറക്കാനോ ഒന്നും പറ്റണില്ല. ചിലപ്പോൾ കുറച്ച് നാൾ നിങ്ങൾ അതൊന്നും മറന്നിരുന്ന ആൾക്കാരായിരിക്കും. കുറച്ച് നാളെങ്കിലും എന്തോ ഒരു ഹാപ്പിനെസ് ഒക്കെ മനസ്സിൽ വന്ന് ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ വീണ്ടും ഇന്നലെ രാത്രിയും ഇന്നും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും ആ ഒരു പഴയ ഒരു നെഗറ്റീവ് ഫീല് തോന്നുന്നുണ്ട്. മുന്നോട്ടേക്ക് എങ്ങനെ പോകും, എന്താണ് എൻ്റെ ഫ്യൂച്ചർ, ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എൻ്റെ മുന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ എന്നൊക്കെ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഇമോഷണൽ വിഡ്രാവൽ വന്നിട്ടുള്ളത്. ഇനി നോക്കാം എന്താണ് അതിൻ്റെ കാരണം എന്ന് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. സെവൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നത്. ഒരു ചീറ്റിംഗ് നടന്നു. അപ്പോൾ ചിലപ്പോൾ ഇന്നലെ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചീറ്റിങ്ങിൻ്റെ ആ ഒരു പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തിൻ്റെ ഓർമ്മ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു വിഷമം, നിങ്ങൾ മറന്നുപോയ കാര്യങ്ങളെല്ലാം ആ മറന്നുപോയതിനേക്കാളും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വന്നു എന്നാണ് കാണുന്നത്. എന്തോ ഒരു നഷ്ടമാണിത്. ഒന്നുകിൽ വ്യക്തിയെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കാശായിരിക്കാം. എന്തോ ഒരു കാര്യം ശരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അത് ചീറ്റ് ചെയ്ത് നഷ്ടപ്പെട്ടു എന്നാണ് കാണുന്നത്. വെറുതെ നഷ്ടപ്പെട്ടു പോയതല്ല, ഒരു ചീറ്റിങ്ങിലൂടെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് കാണുന്നത്. ഏസ് ഓഫ് കപ്സ്, അത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു എന്നുള്ളതാണ് നഷ്ടപ്പെട്ടു പോയത്. നിങ്ങൾ ഒരുപാട് ഹൃദയത്തിൽ വെച്ച് സ്നേഹിച്ചൊരു കാര്യം, അതില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിരുന്ന കാര്യം, നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും നിങ്ങൾ എൻജോയ് ചെയ്തിരുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്. ഇതാണ് കാണുന്നത്. ഡിസ്ക്രിപ്ഷനാണ്, തടസ്സങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ തടസ്സം മാത്രം വന്നിട്ടുണ്ടായിരിക്കാം. ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന കാർഡ് പോലും അതങ്ങനെയാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ കാര്യങ്ങളിൽ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ തടസ്സം വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ തടസ്സം നിങ്ങളുടെ ഉള്ള കോൺഫിഡൻസും കൂടി കളഞ്ഞു എന്നാണ്. അപ്പോൾ വളരെ പോസിറ്റീവായിരുന്ന ആൾക്കാർക്ക് കുറച്ച് തടസ്സങ്ങളൊക്കെ വന്ന് വീണ്ടും പഴയ നെഗറ്റീവ് എനർജിയിലോട്ട് പോയി എന്ന് കാണുന്നുണ്ട്. നോക്കട്ടെ എന്താ കാര്യം. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന കാര്യമാണത്. നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് ഇപ്പം ശരിയാവും എന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന കാര്യത്തിനാണ് വീണ്ടും തടസ്സം വന്നു എന്നാണ്. അത് എന്ത് കാര്യത്തിനെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം, വെയിറ്റ് ചെയ്തിരുന്ന കാര്യം, നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കാര്യത്തിന് തടസ്സം വന്നപ്പോൾ ഒരു വിഷമമാണ് അത് എന്നാണ് കാണുന്നത്.
ശരിക്കും വെയിറ്റിംഗ് എനർജി 9 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന കാര്യമാണത്. വളരെ പ്രതീക്ഷയോട് വെയിറ്റ് ചെയ്തിരുന്നു എന്നാണ് കാണുന്നത്. ആ പ്രതീക്ഷയോടൊരു വെയിറ്റ് ചെയ്തിരുന്ന കാര്യത്തിന് വീണ്ടും തടസ്സം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എനിക്ക് ഇനി കാത്തിരിക്കാൻ നിങ്ങൾക്ക് ക്ഷമയില്ല. അതാണ് പ്രശ്നം. അപ്പോൾ കാരണം നിങ്ങളുടെ ക്ഷമയൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരിക്കും. അത്രവണ്ണം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നാണ്. വെയിറ്റ് ചെയ്ത് ഇനി അതാണ് നിങ്ങൾ ഒരു ഇതുപോലെ ഒരു സ്വയം ശിക്ഷ. കാരണം മറ്റുള്ളവരെ ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ സ്വയം ശിക്ഷിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളോടൊരു വൈരാഗ്യവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. എന്തിനാണ് എനിക്ക് ഈ ജന്മം തന്നത്, ഈ ഭൂമിയിലോട്ട് ഞാൻ എന്തിനാണ് വന്നതെന്നൊക്കെ സ്വയം ശാപിക്കുന്നൊരു അവസ്ഥയാണ് ഞാനിവിടെ കാണുന്നത്. ശരിയാണെങ്കിൽ ഒന്ന് പറയുക. അതിൻ്റെ ഒരു ഇത് നമുക്ക് നോക്കാം. ഷാഡോയാണ് വന്നിട്ടുള്ളത്, മൂൺ കാർഡാണ്. അപ്പോൾ കുറച്ച് ഈ സമയത്ത് നിങ്ങൾക്കൊരു ദൈവാധീനമില്ലാത്ത പോലത്തെ ഒരു ഫീലുണ്ട് കേട്ടോ. നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റാണ്. ഡെത്ത് കാർഡാണ് അതിന്. ഷാഡോയ്ക്ക് ക്ലാരിഫൈ ചെയ്തപ്പോൾ ഡെത്താണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ നിങ്ങൾ ധരിച്ചതുപോലെ അല്ല യഥാർത്ഥത്തിൽ കാര്യം സംഭവിക്കുന്നത്. കാരണം ഈ ഒരു ഷാഡോ, ഒരു മൂൺ കാർഡ്, ഈ ഷാഡോ നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ട ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പം ചെറിയ കാര്യങ്ങളൊക്കെ വീണ്ടും വന്നപ്പോൾ നിങ്ങളുടെ ക്ഷമ നശിച്ച് നിങ്ങൾ വീണ്ടും പഴയ ഒരു വിഷമത്തിൻ്റെ എനർജിയിലോട്ട് പോയി. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒന്നും ശരിയാവില്ല, ഇതൊന്നും ഒരിക്കലും ശരിയാവാൻ പോകില്ലെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഹീലിംഗ് കഴിഞ്ഞു ഒരു കാര്യം എൻഡായി. അത് എന്ത് കാര്യമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലർക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കും. അത് എന്ത് കാര്യമാണെന്ന് നോക്കാം നമുക്ക്. ഡെത്തായ കാര്യം എന്താണ് എന്ന് നോക്കാം. എന്താ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യമാണ് കേട്ടോ എന്തായാലും ഡെത്തായത്. എംപ്രസ്. അപ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങൾ വളരെ ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യമാണ്. എംപ്രസ് എനർജി അതൊന്നും കൂടി ക്ലാരിഫൈ ചെയ്ത് നോക്കാം. നൈറ്റ് ഓഫ് കപ്പ്, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നൊരു കാര്യം തന്നെയാണ് അത്. ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം. ചില ആൾക്കാർക്കൊക്കെ ഇതൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളോട് ഒരു നെഗറ്റീവായിട്ട് പെരുമാറിയിട്ടുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് എന്തെങ്കിലും കാശിൻ്റെ ഒരു പ്രശ്നം വന്ന് അത് വെയിറ്റ് ചെയ്തിരുന്നത് കിട്ടൂല എന്ന് പറഞ്ഞതിൻ്റെ ഒരു എനർജി ആയിരിക്കാം. ഇത് ഇന്നലത്തെ ഒരു ഇതാണ്. ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു എനർജിയിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എംപ്രസ് ആണ് എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു ഹീൽ ചെയ്യേണ്ട കാര്യം നിങ്ങളിലേക്ക് ഹീലായി കഴിഞ്ഞു. നിങ്ങളപ്പം ഒരുപാട് നെഗറ്റീവ് ആകേണ്ട ആവശ്യമില്ല. അത് എൻ്റെ ആയി. കുറേ കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ ആയി എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം നിങ്ങളത് വിശ്വസിക്കുക എന്നാണ് പറയുന്നത്. ഡെത്ത് കാർഡ് വന്ന് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യമാണ് എൻഡായി പോയത്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള വിഷമം നിങ്ങൾ കണക്കാക്കേണ്ടതില്ല എന്ന് കാണുന്നുണ്ട്. പിന്നെ ഹൈ പ്രീസ്റ്റസ് ആണ്. ശരിക്കും ഇതും ഒരു മൂൺ കാർഡിനും ഇൻഡ്യൂഷൻ പറയാം, ഹൈ പ്രീസ്റ്റസിനും ഇൻഡ്യൂഷൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈക്കിക് എബിലിറ്റിയൊക്കെ ശരിക്കും കൂടിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന നിങ്ങൾക്ക് ഒരു ലൈഫ് പർപ്പസ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ അത് ഒരു ഹീലിങ്ങോ ടീച്ചിങ്ങോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ്. മറ്റുള്ളവരെ സഹായിക്കുക എന്നതാണ് നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. കാരണം നിങ്ങൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് സെയിം ആയിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുറേ ആൾക്കാർക്ക് നിങ്ങൾക്ക് ഒരു കൈത്താങ്ങായിരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. കാരണം ഈ ഒരു എംപ്രസ് എന്ന് പറയുന്നതും ഈ ഒരു മൂൺ കാർഡും ഡെത്ത് കാർഡും ഇതൊക്കെ നിങ്ങൾ പാസ്റ്റിൽ ഉണ്ടായിരുന്നതിൻ്റെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചെയ്ത ഒരു ജോലി തന്നെയാണ് നിങ്ങൾ ഈ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടതെന്ന് കാണുന്നുണ്ട്. കുറേയേറെ പേര് ഒരു ടീച്ചിങ് ഉള്ള ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ഒരുപാട് വിഷമിച്ചിരുന്ന ആൾക്കാരെ ഒന്ന് കൗൺസിലിംഗ് ചെയ്ത് ഒരു നല്ല വഴിയിലേക്ക് അല്ലെങ്കിൽ വളരെ പോസിറ്റീവാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വഴിയിലേക്ക് എത്തുക എന്നതുള്ളതാണ് നിങ്ങളുടെ ഈ ജന്മ ഉദ്ദേശം, നിങ്ങളുടെ ലൈഫ് പർപ്പസ്. അതിനാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ മറ്റൊരാളിനെ കൈപിടിച്ച് നടത്തണമെങ്കിൽ ആദ്യം നമ്മൾ നടക്കണം. അപ്പം അതുപോലെ
നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ടൈം കുറേ എക്സ്പീരിയൻസ് തന്നത് ആ അതിൽ നിന്ന് എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പറ്റുന്നത് എന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കില്ല. അപ്പം നിങ്ങളുടെ പർപ്പസ് ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് പോലെ, ചിലപ്പോൾ ഒരു നല്ലതായിരിക്കും, ചിലപ്പോൾ മോശമായിരിക്കും, വീണ്ടും പഴയയിടത്ത് പോയി നിൽക്കും. അങ്ങനത്തെ ഒരു മിക്സഡ് എനർജി വരുന്നത് നിങ്ങളെ അങ്ങ് ശരിക്കും ഒരു സ്റ്റേബിൾ ആക്കണം. നമ്മളുടെ ഒരു പർപ്പസ് മനസ്സിലായി കഴിഞ്ഞാൽ, ലൈഫ് പർപ്പസ് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമാവും. ഇനി എന്തൊക്കെ വന്നാലും ഇതൊക്കെ ഇതുകൊണ്ടാണ്, ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഈ സമയം വരെ നിങ്ങൾക്ക് പർപ്പസ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ എന്താണ് നിങ്ങളുടെ പർപ്പസ് എന്നുള്ളതിൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണെന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ഒന്നുകിൽ ഒരു ഹീലറാകാം, അല്ലെങ്കിൽ ഒരു ടീച്ചറാകാം, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരാകാം. അങ്ങനെ മറ്റുള്ളവരെ നല്ല വഴിക്ക് നയിക്കാനുള്ളൊരു കൈപിടിക്കാനുള്ള ആൾക്കാരാണ് നിങ്ങൾ. അപ്പം ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലാരിറ്റിയോടെ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാകുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇടയ്ക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ ട്രയംഫ് ആൻഡ് സക്സസ് ആണ്, ഏജ് ഓഫ് സോർഡ്സ് ആണ്. നിങ്ങൾ വളരെ ഒരു കഷ്ടതയിൽ നിന്നും വളരെ സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ടൊരു സക്സസ്സിലേക്ക് വന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ സക്സസ് ഈസി അല്ല. ആ സക്സസ് നിങ്ങൾക്ക് പക്ഷേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത് സക്സസ് ആണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം വീണ്ടും ഈ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങളിൽ ഇപ്പോഴുള്ളത്. കാരണം അത് നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ട എന്തോ ഒരു സംഗതി വന്നപ്പോൾ നിങ്ങൾ വീണ്ടും ഒരു വിഷമത്തിലോട്ട് പോയി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ശരിക്കും തീയിൽ കുറിച്ച ആൾക്കാരാണ്. നിങ്ങളെ ഒരിക്കലും മറ്റൊരാളിനെ നശിപ്പിച്ച് കളയാൻ പറ്റില്ല. ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് വേണം, ആ തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. നിങ്ങൾ വന്ന വഴികൾ എങ്ങനെയാണെന്ന് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് നിങ്ങളെന്നാണ് കാണുന്നത്. ടോപ്പ് സോഴ്സ് ഉണ്ടെന്ന് ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്ന ദിവസമാണ് ഇന്നേ ദിവസം. പിന്നെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലുമായിട്ട് ഒരു വഴക്കുണ്ടായി, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി, അതിൽ ചിലപ്പോൾ നിങ്ങൾ തോറ്റുപോയി എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ആ ഒരു എനർജി ആയിരിക്കും നിങ്ങൾക്ക്, അയ്യോ അവരെന്നെ അങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയല്ലോ, എനിക്ക് ജയിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങളെ ശരിക്കും നാണം കെടുത്തിയല്ലോ, അങ്ങനെ ഹരാസ് ചെയ്തല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു നോക്കാം നമുക്ക്. ശരിക്കും അവരവരെ കർമ്മം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണിത്. നിങ്ങളെ തോൽപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വേറൊരാളിനെ വിഷമിപ്പിക്കുകയോ ദ്രോഹിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഈക്വലാണ് തിരിച്ചു കിട്ടുന്നത് എന്നുള്ളതാണ്. ഇത് 6 ഓഫ് പെന്റക്കിൾ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ കാർഡാണ്. അപ്പോൾ അവരെന്താണോ നിങ്ങളോട് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും അവർക്കൊരു കർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുക. അവർക്ക് അതിൻ്റെ ഒരു കർമ്മ കിട്ടും. നിങ്ങൾ ചിലപ്പം വിഷമിച്ചിരിക്കുന്നുണ്ടായിരിക്കും, എന്തിനാണ് ആവശ്യമില്ലാതെ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കൊന്നും ഇല്ലാതെ നിങ്ങളെ മറ്റുള്ളവർ ശരിക്കും ഉപദ്രവിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ ശരിക്കും വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അവർക്ക് ആ ഫലം കിട്ടുമെന്നൊക്കെ. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൂടാന്നാണ് പറയുന്നത്. നമ്മൾ കർമ്മഫലത്തെക്കുറിച്ച് മറ്റൊരാൾ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ അവർക്ക് ആ കർമ്മഫലം കിട്ടുമെന്ന് നമ്മളങ്ങനെ ചിന്തിച്ചുകൂടാന്നാണ് പറയുന്നത്. പക്ഷെ ഇതിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വരുന്നത് നിങ്ങളെ ഉപദ്രവിച്ചവർക്ക് ശരിക്കും അവർ ആ ഒരു പണിഷ്മെന്റ് വാങ്ങിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങളത് അങ്ങനെ തന്നെ വിട്ടേക്കുക എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾ തോറ്റുപോയെങ്കിലും നിങ്ങൾക്ക് ജയമുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതും ഈക്വലാണ്. ഇപ്പം തോറ്റുപോയി, അത് പോട്ടെ, ഉടനെ തന്നെ ജയമുണ്ടെന്ന് കാണാം. 9 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥയാണ് നിങ്ങൾക്ക്. ചിലപ്പോൾ ഇന്നലെ രാത്രി നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വാർത്തകൾ കാണോ, നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഒരു കാർഡ് കൂടി നമുക്ക് എടുത്ത് നോക്കാം. കിങ് ഓഫ് പെന്റക്കിളാണ്. നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട എന്നാണ്. നിങ്ങൾക്ക് ശരിക്കും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും
ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഒരു കിങ് ആകാൻ പോകുന്നു. നിങ്ങൾ ഈ മറ്റുള്ളവർ തോൽപ്പിച്ചു അതിൽ വാശി വൈരാഗ്യമൊന്നും നിങ്ങൾ കാണണ്ട. ആ വാശിയും വൈരാഗ്യത്തിലും ഇരിക്കുകയും വേണ്ട. നിങ്ങളെ തോറ്റെടുത്തുനിന്ന് നിങ്ങൾക്ക് നല്ല ജയം കിട്ടും എന്നുള്ളതാണ്. പൂർണ്ണമായും ഒരു ജയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളെ ഇപ്പം ആളുകൾ തോൽപ്പിച്ചെങ്കിൽ ഈക്വലാണ്. ഈ ഞാൻ പറഞ്ഞത് 6 ഓഫ് പെന്റക്കിൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്, ഈക്വലാണ്. അപ്പോൾ ഇപ്പം തോറ്റെങ്കിൽ തോറ്റെടുത്ത് നിങ്ങൾക്ക് ജയിക്കാനുള്ളൊരു സമയമാണ് വരുന്നത്. അതാണ് കിങ്. നിങ്ങൾ ഇപ്പം തോൽപ്പിച്ചെങ്കിൽ നിങ്ങൾ ജയിക്കാൻ പോകുന്നുണ്ട്. അപ്പം അത് ഒന്ന് ഉറപ്പിച്ച് വെക്കുക മനസ്സിൽ. ഇനി കൃഷ്ണ ഓറക്കിൾ നമുക്ക് ഒരു ഇത് നോക്കാം. ബി പോസിറ്റീവാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് നോ ദാറ്റ് ഫോർ എവരി ബാഡ് ആൻഡ് അൺവാണ്ടഡ് ഹാപ്പനിങ് എ ഡിവൈൻ പ്ലാൻ ഈസ് വർക്കിംഗ്, വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. നിങ്ങളോട് വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് മോശം എന്ത് കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിച്ചാലും അതൊരു ഡിവൈൻ പ്ലാൻ ആണെന്നുള്ളതാണ്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ നല്ലത് മാത്രം വരണം എന്ന് ചിന്തിക്കുകയും ചെയ്യരുത്. ഒരു നെഗറ്റീവ് വന്നാൽ അതിനൊരു പോസിറ്റീവും ഉണ്ട്. അപ്പോൾ അതാണ് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആദ്യമേ നമുക്ക് കിട്ടി. അപ്പോൾ അതൊരു ഡിവൈൻ പ്ലാൻ ആണ്. അപ്പോൾ അതിന് അപ്പുറത്ത് ദൈവം വേറെ എന്തോ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു വിഷമം. അതുകൊണ്ട് നിങ്ങൾ ബി പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട്. ലീവ് ഫോർ നൗ ആണ്. അപ്പോൾ ഇപ്പോഴത്തേക്ക് അത് വിട്ട് കളയാം. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ ഈ സമയത്തേക്ക് നിങ്ങളത് വിട്ട് കളഞ്ഞേക്കും. നിങ്ങൾക്ക് എന്ത് പെയിൻ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ സമയം അത് മനസ്സിൽ വെക്കേണ്ട, വിട്ട് കളയാൻ പറയുന്നുണ്ട്. ഡു നോട്ട് പ്രൊവോക്ക് നെഗറ്റിവിറ്റി. അപ്പം നിങ്ങളെ ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുമ്പോൾ നെഗറ്റിവിറ്റിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഫുള്ളി ഒരു നെഗറ്റീവ് സെൻസിലിരിക്കുന്ന ആൾക്കാരാണ്. നെഗറ്റീവ് തോട്ട്സാണ്. നിങ്ങൾക്ക് സ്വയം ഒരു ദേഷ്യമാണ്, വൈരാഗ്യമാണ്, സ്വയം നിങ്ങളെ പീഡിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ്. നെഗറ്റിവിറ്റിയെ പ്രൊവോക്ക് ചെയ്യരുത്. നമ്മളതിനെ നെഗറ്റിവിറ്റിയെ പോസിറ്റീവ് കൊണ്ട് വേണം നേരിടാൻ, നെഗറ്റീവ് കൊണ്ട് നേരിടരുത് എന്നാണ്. ഡു നോട്ട് ഇൻവൈറ്റ് നെഗറ്റിവിറ്റി ബൈ ഡൂയിങ് യുവർ സെയിങ് റോങ് തിങ്സ്. നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്ത് നെഗറ്റിവിറ്റിയെ ഇൻവൈറ്റ് ചെയ്ത് വെക്കരുത്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഡു യുവർ കർമ്മ. നിങ്ങളുടെ കർമ്മ ചെയ്താൽ മതി. അപ്പോൾ കർമ്മം ചെയ്യുന്നത് നമ്മളാണ്, ഫലം തരുന്നത് ഈശ്വരനാണ്. അപ്പോൾ നമ്മളെ കർമ്മം ചെയ്യുക, ഫലത്തെക്കുറിച്ച് ചിന്തിക്കണ്ട. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വിഷമമൊക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് നടക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കാര്യം ചെയ്യൂ, ദൈവം ചെയ്തോളൂ. നിങ്ങളുടെ കർമ്മമല്ല ദൈവം കാണുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഇത്ര ടെൻഷൻ? അപ്പോൾ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാണ് നിങ്ങളുടെ എനർജി എങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഇപ്പോൾ നമ്മളുടെ റീഡിങ് എങ്ങനെയാണ് എന്ന് നിങ്ങളുടെ ഓരോ ദിവസത്തെയും ഒരു കാര്യം അറിയണതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, അതിനൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഇനി ആർക്കെങ്കിലും ഒരു പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ് പേയ്മെൻ്റ് ഉണ്ട്, ഫ്രീ അല്ല. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.